الشيطان الرجيم بسم الله الرحمن الرحيم الله نور السماوات والأرض مثل نوره كمشكاة فيها مصباح المصباح في زجاجة الزجاجة كأنها كوكب دري يوقد من شجرة مباركة زيتونة لا شرقية ولا غربية يكاد زيتها يضيء ولم تمسسه نار نور على نور يهدي الله لنوره من يشاء ويضرب الله الأمثال للناس والله بكل شيء عليم. ഓക്കെ, അതിലത്തെ ജീവിതം നമ്മൾ ഇത്തിരി പറഞ്ഞിട്ടുണ്ട് അല്ലേ. അവിടെ ഇപ്പം ശ്രദ്ധിക്കാനുള്ളത് ഓതിയെടുത്ത് പിന്നെ അള്ളാഹു നൂറുസമാവാതി വൽ അർദ് അവിടെ സ്റ്റോപ്പ് ചെയ്യാം, ജായിദാണ്. പിന്നെ മസലു നൂരിഹി രണ്ട് കതിർ നീട്ടാം, മദ്ദു സിലത്തി സുഹറ എന്ന് പറയും. പിന്നെ കമിഷ്കാത്തിൻ എന്നുള്ള കസിർ തൻവീൻ എന്ത് ചെയ്യണം, യഹ്ഫ. വാവിൻ്റെ മിഡില് പിന്നെ അലിഫ് വന്നാൽ എന്ത് ചെയ്യണം, വാവിൻ്റെ ഈ മിഡിൽ അലിഫ് സുജാജ അവിടെ വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ സ്റ്റോപ്പ് ചെയ്യാതിരിക്കലാണ് ഉത്തമം. അതാണ് അവിടെ ചെറിയ സ്വലാന്ന് എഴുതിയിട്ടുണ്ടാവും. അതിൻ്റെ അർത്ഥം അൽ വസ്ലു ഔല എന്നാണ്. അപ്പം എങ്ങനെ ഓതണം, അൽ മിസ്ബാഹു ഫി സുജാജത്തിൻ പിന്നെ അസുജാജ എന്നുള്ളിടത്ത് എന്ത് ചെയ്യണം, രണ്ട് കതിർ നീട്ടുക. കഅന്നഹ ആ നൂനിന് എന്ത് ചെയ്യണം, ഉന്നത്തോടു കൂടി പറയാം. പിന്നെയാണ് ശ്രദ്ധിക്കാനുള്ളത് കൗകബുൻ ദുർരിയുൻ, ആ ലൊമ്മ തൻവില്ലേ, കൗകബ് എന്നുള്ള ലൊമ്മ തൻവില്ലേ, അതിനെന്ത് ചെയ്യണം, യഫ ചെയ്യണം. അപ്പം എങ്ങനെ ഓതണം, കൗകബുൻ ദുർരിയുൻ, ആ യുൻ എന്നുള്ള ലൊമ്മ തൻവില്ലേ അതിലേക്ക് ഇദ്ഗാം ചെയ്യണം. അപ്പം എങ്ങനെ ഓതണം, ദുർരിയുൻ യൂഖദു. പിന്നെ മിൻ ഷജറത്തിൻ, ആ സാക്കിനായ നൂനിനെയും യഫ ചെയ്യണം. ഷജറത്തിൻ എന്നുള്ള കസിർ തൻവീൻ എന്ത് ചെയ്യണം, വീണ്ടും മണിക്കണം. അപ്പം എങ്ങനെ ഓതണം, ഷജറത്തിൻ മുബാറക്ക, മുബാറക്കത്തിൻ എന്നുള്ള തൻവീനെ വീണ്ടും യഫ ചെയ്യണം. മുബാറക്കത്തിൻ സൈത്ത്, പിന്നെ ബാബിലേക്ക് ഇദ്ഗാം ചെയ്യണം. അപ്പം എങ്ങനെ ഓതണം, ലാ ശർഖിയത്തിൻ വലാ ഗർബിയ, പിന്നെ ഗർബിയത്തിൻ എന്നുള്ള തൻവി കസിർ തൻവിനെ യായിലേക്ക് വീണ്ടും ഇദ്ഗാം ചെയ്യണം. അപ്പോൾ ഗർബിയത്തിൻ യകാദു സൈത്തുഹാ യുളീ, അവിടെ നിർബന്ധമായിട്ട് നീട്ടണം. കാരണം മദ്ദു മുത്തസിൽ, അൽ മദ്ദുൽ മുത്തസിൽ എന്നാണ് അതിൻ്റെ പേര്. വലഹുലം തംസസ്ഹു നാർ, നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ നാർ എങ്ങനെ കിട്ടണം, 4 മുതൽ 6 കതിർ വരെ നീട്ടി ഉച്ചരിക്കണം. നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണില്ലെങ്കിൽ നാറുൻ, പക്ഷെ സ്റ്റോപ്പ് ചെയ്യാണ് നല്ലത്. അവിടെ ഒന്നും ചെയ്യണ്ട അല്ലേ, ഇൽഹാറാക്കുക. നൂറുൻ അലാ നൂർ. പിന്നെ യഹിദില്ലാഹു, അവിടെ യഹിദി യാന്നുണ്ടാവും അല്ലേ, ആ യാവിന് ഉച്ചാരണമല്ല. യഹിദില്ലാഹു, ആ യാവിൻ്റെ ഉച്ചാരണം പോവും. പിന്നെ യഹിദില്ലാഹു ലിനൂരിഹി, ഹി എന്ത് ചെയ്യാം, രണ്ട് കതിർ നീട്ടാം. ലിനൂരിഹി മൻ യശാ, മൻ എന്നുള്ള സാക്കിനായ നൂനിനെ വീണ്ടും ഇദ്ഗാം ചെയ്യണം. വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസ്, അടങ്ങൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ നീട്ടി ഉച്ചരിക്കണം. പിന്നെ വല്ലാഹു ബികുല്ലി ഷൈഇൻ, ആ തൻവീൻ എന്ത് ചെയ്യണം, ഇൽഹാർ ചെയ്യണം. ഷൈഇൻ അലീം, അപ്പം കാര്യമായിട്ട് അതിലുള്ളത്
തൻവീനാണ് ശ്രദ്ധിക്കാനുള്ളത്. കസ്ർ തൻവീനും ദമ്മ് തൻവീനും ഫതഹ് തൻവീനും അവിടെ ഒക്കെ ഓരോന്നിനും ഓരോ നിയമങ്ങൾ വരുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. എന്തെങ്കിലും ഡൗട്ട് തജ്വീദിൽ? നമ്മളെ സമയം കുറവായതുകൊണ്ടാട്ടോ വേഗം വേഗം പോയത്. എങ്ങനെ? അങ്ങനെ ഓതാ, ആവശ്യമുള്ളവർക്ക് ഓതാ. നൂറുൻ അല നൂരി യഹ്ദി എന്ന് ഓതണം. അപ്പം നൂരി യഹ്ദി നൂരി യഹ്ദില്ലാഹു എന്ന് ഓതണം. അപ്പോൾ ആ കസിർ തൻവീൻ്റെ യായിലേക്ക് ഇദ്ഗാം ചെയ്യും, അവിടെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണില്ലെങ്കിൽ. പിന്നെ വേറെന്തെങ്കിലും? യഹ്ദില്ല. അതെന്താന്ന് വെച്ചാൽ യഹ്ദി എന്ന് പറഞ്ഞാൽ യാ ഇല്ലേ, ആ യഹ്ദി പറഞ്ഞിട്ട് യാ ഇല്ലേ അല്ലേ? പിന്നെ വരുന്നത് എന്താണ്? ഒരു വസിലിൻ്റെ അംസയാണ്. ഈ യഹ്ദിക്ക് ഓൾറെഡി ഉള്ളത് സുക്കൂന, ഇതും സുക്കൂന. അപ്പം രണ്ട് സുക്കൂന് ഇൽത്തിക്കാ ചെയ്യുമ്പോൾ കൂട്ടിമുട്ടുമ്പോൾ രണ്ടിനെ അവിടെ ഒഴിവാക്കും നമ്മൾ. അങ്ങനെയാണ് യഹ്ദി ല. യഹ്ദി അള്ളാഹു എന്നുണ്ട് അവിടെ അല്ലേ? ശരിക്കും അവിടെ എഴുതി യഹ്ദി അള്ളാഹു എന്നാണ്. പക്ഷേ രണ്ട് ഇല്ലത്തിൻ്റെ അക്ഷരത്തിന്മേൽ സുക്കൂൻ വരുമ്പോൾ രണ്ടിനെയും അതിൻ്റെ ഉച്ചാരണം ഉണ്ടാവില്ല, ഒഴിവാക്കും. അങ്ങനെയാണ് യഹ്ദില്ലാഹു, അവിടെ നീട്ടാതിരിക്കണ്ട. പിന്നെ വല്ലാഹു, അതെ, അത് നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ടല്ലോ. എത്ര അലിഫുണ്ട്? ഇങ്ങനത്തെ അലിഫുണ്ട്, ഇങ്ങനത്തെ അലിഫുണ്ട്, ഒന്നുമില്ലാത്ത അലിഫുണ്ട്, നഗ്നമായ അലിഫുണ്ട്, ഇങ്ങനെ സുക്കൂനുള്ള അലിഫുണ്ട്, പിന്നെ ഇങ്ങനെ മുദബ്ബറായ സുക്കൂനുള്ള അലിഫ്, പിന്നെ മുട്ടൻ്റെ രൂപത്തിലുള്ള അലിഫുണ്ട്, മുദബ്ബറായ സുക്കൂനുള്ള അലിഫുണ്ട്. നമ്മളെ ഒന്നാമത്തെ പാഠാതായിരുന്നു. ഈ അലിഫിൻ്റെ പേര് ഈ തലയെക്കെട്ട് കണ്ടാൽ നിർബന്ധമായിട്ട് ഉച്ചരിക്കണം അല്ലേ? ഉലഇക ഉ അ ഇ. ഇത് കണ്ടാൽ കൂട്ടിയോതുമ്പോൾ ഉച്ചാരണമല്ല, കൂട്ടിയോതുമ്പോൾ ഉച്ചാരണം ഉണ്ടാവില്ല, സ്റ്റാർട്ടിങ്ങിൽ ഉച്ചാരണം ഉണ്ടാവും. സ്റ്റാർട്ടിങ് വരുന്നതാണ് ഇത് അൽഹംദുലില്ലാഹി. അവിടെ ആ സ്റ്റാർട്ടിങ്ങിലായതുകൊണ്ട് ഇതിന് ഉച്ചാരണം ഉണ്ടാവും. ഇനി നിങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിൽ ഹംദി ആണോ, അപ്പോൾ ഉച്ചാരണം ഉണ്ടാവില്ല. ഇത് വരുമ്പോൾ ഇത് നീട്ടാനും വരും, ഉച്ചാരണം ഇല്ലാതിരിക്കാനും വരും, ഇത് രണ്ടിനും വരും. ഇത് ഉച്ചാരണമല്ല എന്ന് കാണിക്കാനാണ് ആമനു എന്നൊക്കെ ഓതിനടുത്ത് ആമനു ഇങ്ങനെ ഉണ്ടാവും. ഇവിടെ റൗണ്ട് അബൌട്ടുള്ള സുക്കൂനുള്ളത് അത് ഉച്ചാരണം ഉണ്ടാവില്ല, ആമനു എന്ന് ഓതണ്ട. ഇത് വളരെ അപൂർവമായി വരുന്ന ഇഷ്മാം എന്ന് പറയും. അത് സൂറത്ത് യൂസുഫിലൊക്കെ വരുന്നുള്ളൂ. അവിടെ വെക്കുമ്പോൾ നമുക്ക് പറയാം. ഇതുവരെ പഠിച്ചാൽ മതി, 4 എണ്ണം ഓർത്ത് വെച്ചാൽ മതി. വേറെന്തെങ്കിലും ഇല്ല? എന്നാ പോവാ. അർത്ഥം പറഞ്ഞോളി. അല്ലാഹു നൂറുസ്സമാവാതി വൽ അർദ്. അല്ലാഹു ആകാശങ്ങളുടെയും ഭൂമിയുടെയും പ്രകാശമാണ്. മസലു നൂരിഹി, അവൻ്റെ പ്രകാശത്തിൻ്റെ ഉപമ, ഉദാഹരണം കമിഷ്കാത്തിൻ. എന്താ മിഷ്കാത്ത്? വിളക്ക് മാടം. മിഷ്കാത്ത് പഴയ ആളുകൾക്കുണ്ടെങ്കിൽ ഓർമ്മ വരും വിളക്ക് മാടം എന്നൊക്കെ പറയുമ്പോൾ. പുതിയ ആളുകൾക്ക് അറിയില്ല എന്താ മിഷ്കാത്ത് എന്ന് പറഞ്ഞാൽ. പണ്ടൊക്കെ പഴയ വീട്ടിൽ ആരും കണ്ടവിടെ ആരുമില്ല. പഴയ വീടിന് ചുമരുമ്മല് ഒരു ഇതുണ്ടാവും, ഇങ്ങനെ റൗണ്ടിലൊരു ഇതുണ്ടാവും, വിളക്ക് വെക്കാൻ ഒരു ഓട്ട. ഒരു ഓട്ട ഉണ്ടാവും. ആ ഓട്ടയിൽ കൊണ്ടുപോയിട്ടാണ് വിളക്ക് വെക്കുക. എന്തിനാണ്? ഇപ്പം ഇവിടെ വെച്ചാൽ പ്രകാശമൊക്കെ ഇങ്ങോട്ട് കിട്ടും, കാറ്റ് പിടിക്കില്ല. അതിനുണ്ടാക്കണ അറബിയിൽ വേറെ പേര് കുവത്ത് എന്നാ. കുവത്ത് അല്ല ക്യാഫ്. ശരിക്ക് നമ്മളെ കുവത്ത് എന്നില്ലേ മറ്റേതിനും പറയും. കാറ്റ് വരുന്നതിനുള്ള റൗണ്ടിലുള്ള ഇതില്ലേ അതിനും പറയും. അതല്ല, ഇതൊരു ഭാഗം ഓട്ടം ഉണ്ടാവില്ല, 2 ഭാഗം ഓട്ടം ഉണ്ടായാൽ വിളക്കാട് കിടും. അതിനാണ് വിളക്ക് മാടം എന്ന് നമ്മൾ പറയുന്നത്. ആ അർത്ഥത്തിനാണത് പറയുന്നത്. അപ്പം കമിഷ്കാത്തിൻ, അള്ളാഹുവിൻ്റെ നൂറിൻ്റെ ഉദാഹരണം മിഷ്കാത്ത് പോലെയാണ്, വിളക്ക് മാടത്തെ പോലെയാണ്. ഫീഹ, ആ വിളക്ക് മാടത്തിലുണ്ട് എന്താ ഉള്ളത്? മിസ്ബാഹുൻ, ഒരു വിളക്കുണ്ട്. മിസ്ബാഹ് എന്ന് പറഞ്ഞാൽ വിളക്കുണ്ട്. അൽ മിസ്ബാഹു, ആ വിളക്ക് ഫി സുജാജ, ഒരു സ്ഫടികക്കൂട്ടിലാണ്, ഒരു ചില്ലിൻ്റെ കൂട്ടിലാണ് ആ വിളക്ക് ഉള്ളത്. പിന്നെ പറയാ അസുജാജത്തു,
ആ സ്ഫടികക്കൂട് എന്ന് പറയുന്നത്, ചില്ലിൻ്റെ കൂട് എന്ന് പറയുന്നത് കഅന്നഹ കൗകബുൻ ദുരിയുൻ. കൗകബുൻ ദുരി എന്ന് പറഞ്ഞാൽ വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രത്തെ പോലെയാണ് ആ ആ ജുജാജത്ത് എന്ന് പറഞ്ഞാൽ ആ സ്ഫടികം. യൂഖദു, അതിന് ഇന്ധനം നൽകപ്പെടുന്നു. മിൻ ഷജറത്തിൻ, ഒരു മരത്തിൽ നിന്ന്. മുബാറക്കത്തിൻ, അനുഗ്രഹീതമായ ഒരു മരത്തിൽ നിന്നാണ് അതിൻ്റെ ഇന്ധനം, എണ്ണ നൽകപ്പെടുന്നത്. ജെയ്തൂനത്തിൻ, ഒലീവ് മരം. ലാ ഷർഖിയത്തിൻ, കിഴക്ക് ഭാഗത്ത് കാണപ്പെടുകയില്ല. വലാ ഗർബിയ, പടിഞ്ഞാറ് ഭാഗത്തും കാണപ്പെടുകയില്ല. അങ്ങനെയുള്ള ഒരു അനുഗ്രഹീതമായ ഒലീവ് മരത്തിൽ നിന്നാണ് അതിൻ്റെ എണ്ണ നൽകപ്പെടുന്നത്, ഇന്ധനം നൽകപ്പെടുന്നത്. യക്കാദു സൈത്തുഹ യുളീഉ, അതിൻ്റെ എണ്ണ പ്രകാശിച്ചു കൊണ്ടേയിരിക്കും. വലൗലം തംസസ് ഹുനാർ, പ്രകാശം തീ അതിനെ സ്പർശിച്ചിട്ടില്ലെങ്കിലും, തീ കിട്ടിയിട്ടില്ലെങ്കിലും ആ എണ്ണ തന്നെ ഇങ്ങനെ പ്രകാശിച്ചു കൊണ്ടേയിരിക്കും. നൂറുൻ അലാ നൂർ, പ്രകാശത്തിന്മേൽ പ്രകാശം. യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ, അള്ളാഹു അവൻ്റെ പ്രകാശത്തിലേക്ക് അവൻ ഉദ്ദേശിച്ചവർക്ക് വഴി കാണിച്ചു കൊടുക്കുന്നു. വയദ്രിബുല്ലാഹുൽ അംസാൽ ലിന്നാസ്, മുഴുവൻ ജനങ്ങൾക്കും അള്ളാഹു തആല ഉപമകൾ വിവരിച്ചു കൊടുക്കുന്നു. വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം, അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. ഇതിപ്പോൾ ഒരു ഉപമയാണ്. ആദ്യം ഉപമ എന്താന്ന് മനസ്സിലാക്കണം. എല്ലാ ഭാഷകളിലും എന്തുണ്ട്? ഉപമ ഉണ്ട്, അല്ലേ? ഏത് ഭാഷ എടുത്താലും എന്തുണ്ടാവും? ഉപമ ഉണ്ടാവും. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഉപമ പറഞ്ഞേരി, എന്തെങ്കിലും ഒരു ഉപമ. നമ്മൾ സാധാരണ പറയാറുള്ള ആക്കെ നമ്മൾ 1000 വട്ടം പറഞ്ഞ അവിടെ. വേറെ എന്തെങ്കിലും ഒന്ന് പുതിയ നിർമ്മിതി വരട്ടെ. പിന്നെ മന്നവേന്ദ്ര തിളങ്ങുന്നു നിൻമുഖം ചന്ദ്രനെ പോലെ. ചന്ദ്രനെ പോലെ എൻ്റെ മുഖം നല്ല തിളക്കുണ്ട് എന്ന് അതന്നെ ഇപ്പോൾ പറയണ, അല്ലൊന്നുമില്ല. പിന്നെ ഓക്കെ, അപ്പോൾ ഉപമങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട്, അല്ലേ? ഓനാളൊരു കടലാണ്. ഷാഹിദ നോക്കി പറയാ, കടലാണ് എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് ഇനി എനിക്ക് കിട്ടണ്ടേ. ഓൻ കടലാണെന്ന് പറഞ്ഞാൽ എന്താ? അതാണ് ഭാവന, അല്ലേ? അതാണ് ഉപമ. അവൻ കടലാണ്. ഹുവ ബഹർ എന്ന് നമ്മൾ പറയാ. ബാവിൻ്റെ കുത്തുവട കേട്ടോ. ബഹർ, അവൻ കടലാണ് എന്ന് പറഞ്ഞാൽ ഒരു പാണ്ഡിത്യത്തിൻ്റെ ഭാഗത്തിലൂടെ നോക്കുമ്പോൾ കടൽ പോലെ വിശാലമായ അറിവുള്ളവനാണ് അവൻ. സമ്പത്തിൻ്റെ ഭാഗത്തിലൂടെ നോക്കുമ്പോൾ ലോകത്തെ മുഴുവൻ ബാങ്കിൻ്റെയും ഉടമ അവനാണ്, അല്ലേ? വേറെ ഏതെങ്കിലും ഭാഗത്തിലൂടെ നോക്കുമ്പോൾ സ്വഭാവം നോക്കുമ്പോൾ കടലിൻ്റെ പ്രത്യേകത എന്താ? വിശാലത മാത്രമല്ല, സാവധാനെ ചൂടാവുള്ളൂ. വേഗം വന്ന് റൈസാവില്ല, സാവധാനെ ചൂടാവുള്ളൂ, അല്ലേ? അതാണ് കടൽ എന്ന് അവനെ പറ്റി പറയുന്നത്. സാധാരണ കടലിനെ പറ്റി ഉപമിക്കാരാരെയാണ്? സ്ത്രീകളെയാണ്. ആ വിഷയങ്ങൾ വേറെയാണ്, അത് പഠിച്ചു നോക്കുക. സ്ത്രീ കടലാണെന്നാ പറയാം, വേഗം ചൂടാവില്ല. ആണോ? ആണ് സിംഹമാണ്, ടക് ടക് സംഗതി കഴിഞ്ഞു. അത് വേറെ വിഷയമാണ്. അപ്പോൾ ഇവിടെ അവൻ കടലാണ് എന്ന് പറയുമ്പോൾ ഒരാളുടെ ഭാവനയനുസരിച്ച് നാനാഭാഗത്തിലൂടെ പോകും. ഇതാണ് ഉപമയുടെ ഒരു പ്രത്യേകത. ഉപമ പറയുമ്പോൾ എൻ്റെ ഐക്യു എത്രയുണ്ടോ, എൻ്റെ ഭാവനാ കഴിവ് എത്രയുണ്ടോ അതനുസരിച്ച് ഒരുപാട് ആശയങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ഒരു ഉപമ പറയുമ്പോൾ. ഉദാഹരണം, വദ്രിബ് ലഹും മസലൽ ഹയാത്തി ദുനിയ കമാ ഇൻ അൻസൽനാഹു മിനസ് സമാഇ. ഇതിലാണ് പറയുന്നത് സൂറത്ത് കഹ്ഫിൽ, അല്ലേ? വദ്രിബ് ലഹും, നബിയെ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുക. മസലൽ ഹയാത്തി ദുനിയ, ഐഹിക ജീവിതത്തിൻ്റെ ഉപമ.
ഐഹിക ജീവിതത്തിന്റെ ഉപമ അവർക്ക് പറഞ്ഞു കൊടുക്കുക. എന്താ? കമാഇൻ, ഒരു വെള്ളം, മഴവെള്ളം പോലെയാണ്. അൻസൽനാഹു, നാം ആ മഴവെള്ളത്തെ വർഷിപ്പിച്ചു. എവിടെ നിന്ന്? മിനസ്സമാ, ആകാശത്ത്, ലോകത്തുനിന്ന്. അപ്പം നമുക്ക് ഏറ്റവും സുപരിചിതമായത് ഏതാ? അതില് എന്നും നമ്മൾ കുടിക്കണ ഏതാ? വെള്ളം. എന്നും നമ്മൾ ഉപയോഗിക്കണ ഏതാ? വെള്ളം. എന്നും നമ്മൾ കാണുന്നത് ഏതാ? വെള്ളം. എന്നും നമ്മൾ തൊഴണം, സ്പർശിക്കണം, കഴുകണ ഏതാ? വെള്ളം, അല്ലേ? അപ്പോൾ ഒരു ഉപമ പറയുമ്പോൾ നമുക്ക് സുപരിചിതമായ, നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന, തൊട്ടാൽ നമുക്ക് ഫീൽ ചെയ്യുന്ന അങ്ങനെയുള്ള ഒരു കാര്യത്തോടാണ് നമുക്ക് യുക്തിപരമായ ആശയമുള്ള ഒരു കാര്യത്തെ അള്ളാഹു ഇവിടെ ഉപമിച്ചിട്ടുള്ളത്. മനസ്സിലാണ്ടോ നിങ്ങൾക്ക് അതിന്? ഐഹിക ജീവിതം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മളെ തലക്കെടുപ്പിട്ട് എന്താ ഐഹിക ജീവിതം, എന്താ നേരം വെളുക്കണ വൈകുന്നേരം ആവണു, അതാണോ എന്ന് ചിന്തിക്കും ചിലവർ. എന്നാൽ മൊത്തം ഐഹിക ജീവിതത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല കേവലം ഒരു വെള്ളത്തോട്, മഴവെള്ളത്തോട് ഉപമിക്കുകയാണ്. അപ്പം എന്താണ് ആ മഴവെള്ളത്തിൻ്റെ പ്രത്യേകത? മഴവെള്ളത്തിൻ്റെ പ്രത്യേകത എന്താ? പറഞ്ഞോളി. മഴവെള്ളത്തിൻ്റെ പ്രത്യേകത എന്താ? ഓക്കെ. പിന്നെ ഞാൻ പോയിക്കാട്ടിൻ്റെ കുടുക്കും എൻ്റെ പാത്രമൊക്കെ പാടാ മഴവെള്ളം ആർക്കും തരരുത്, നിങ്ങൾക്കൊന്നും തരരുത് പറഞ്ഞിട്ട് എൻ്റെ പാത്രം വെച്ചാൽ ആ മഴവെള്ളം മുഴുവൻ എടുക്കാൻ കിട്ടുമോ? കിട്ടൂല. ഇതാണ് ദുനിയാവ്. ദുനിയാവ് മുഴുവൻ എല്ലായിടത്തും എൻ്റെ ബിസിനസ് തന്നെ വേണം, നിങ്ങളത് പാടില്ല, മുഴുവൻ എൻ്റെ കീശയിലേക്ക് ആക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചാൽ ഒരിക്കലും നടക്കാൻ പോണ പണിയല്ല. ഒന്ന് അത്. രണ്ട്, ഈ മഴവെള്ളം വർഷിക്കുമ്പോൾ അത് പിന്നെ നമ്മളെ കയ്യിലാണെങ്കിൽ എന്താ ചെയ്യുക? ആ കയ്യിലുള്ളതല്ലേ കിട്ടുള്ളൂ, അല്ലേ? അത് കൂടുതലായാൽ ഇതിൻ്റെ വടവ് കൂടെ അങ്ങോട്ട് ഒലിച്ചു. അപ്പം ഞാനിതൊക്കെ പാടെ വാരി പിടിക്കാൻ വേണ്ടിയിട്ട് കൈയാട്ടിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇനി പോട്ടെ, ഞാൻ നല്ല സിമൻറ്റ് കട്ട കൊണ്ട് പാറകളൊക്കെ വെച്ച് ആ മഴവെള്ളം ശേഖരിക്കാൻ വേണ്ടി വലിയ ടാങ്ക് ഉണ്ടാക്കി വെച്ചു. ആ ടാങ്ക് ഉണ്ടാക്കി വെച്ചാൽ അതിൽ ഫുള്ളാവും മഴവെള്ളം. പക്ഷേ 1 കൊല്ലോ 2 കൊല്ലോ 6 മാസമൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ പോയി നോക്കി ആ വെള്ളം ഇവിടെ പോവുക? അവിടെ ഉണ്ടാവുമോ? അതേപോലെ നിങ്ങൾ ഫുള്ളാക്കി വെച്ച വെള്ളം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ഒന്നൊക്കെ ഭൂമിയുടെ അടിയിലേക്ക് പോയിട്ടുണ്ടാവും. ഇനി ഭൂമിയിലേക്ക് അടിയിലേക്ക് പോകാൻ ഒരു മാർഗവും ഇല്ലാതെ നിങ്ങൾ അത്ര ബന്ധവസ്ഥായി വെച്ചിട്ടുണ്ടെങ്കിലോ നീരാവിയായിട്ട് പോവും, അപ്പോഴും നിങ്ങൾക്ക് കിട്ടൂല. ഇതാണ് ദുനിയാവ്. അപ്പം നോക്കി നിങ്ങൾ, അള്ളാഹ് ഈ ഐഹിക ജീവിതത്തെ, മനുഷ്യൻ്റെ ഈ ജീവിതത്തെ അള്ളാഹു തആല ഉപമിക്കുന്നത് ഈ വെള്ളത്തോടാണ്. ആ വെള്ളത്തിന് എന്തൊക്കെ നിങ്ങൾ ചേമ്പിൻ്റെ ഇലമ വെള്ളം വീണുണ്ടെന്നെങ്കിലും എന്താ പ്രത്യേകത? ഒരു തുള്ളി ഒരു സെക്കൻഡ് കാണാം, പിന്നെ അതും കാണൂല. പിടിച്ചാൽ കിട്ടുമോ ചേമ്പിൻ്റെ ഇലമ വെള്ളം? ഇല്ല. ഇതേപോലെയാണ് ദുനിയാവ്, അല്ലേ? ഒക്കെ ആട്ടിപ്പിടിക്കണം, എൻ്റെ വലയിലാക്കണം എന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കുന്ന സംഗതിയല്ല. നടക്കുന്ന സംഗതിയാ? ഇല്ല. അതാണ് ഉപമയിലൂടെ വലിയ ആശയങ്ങളെ ചെറിയ പദത്തിലൂടെ വലിയ ആശയങ്ങൾ അല്ലാഹു തആല കൊണ്ടുവരും. അതിനാണ് ഏത് ഭാഷയിലും, പ്രത്യേകിച്ചും വിശുദ്ധ ഖുർആനിൻ്റെ ഭാഷയിൽ അല്ലാഹു തആല ഉപമകൾ പറയണത്. അതാണ്. ആലോചിച്ച് നോക്കുങ്ങൾ. ഇനിയിപ്പം മഴവെള്ളമൊക്കെ എൻ്റെ തൊടിയിലേക്കടാക്കി, നിങ്ങളെ തൊടിക്കൊന്നും വേണ്ട. എന്താ ഉണ്ടാവുക? കുത്തിയൊഴുകിൻ്റെ തൊടുവെന്ന് ഞാൻ ഇപ്പം തൽക്കാലം ഇവിടെ മതിലെട്ടിയാലും ഉള്ളുകൂടാട് പോവും. ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇങ്ങനെ നമ്മൾ എന്തൊക്കെയാണോ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം മുഴുവനൊന്നും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റൂല. നിങ്ങൾക്ക് അള്ളാഹു നിശ്ചയിച്ചതേ ഇവിടെ ഉണ്ടാവൂ എന്ന വലിയ പാഠമാണ് ലോകത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ പഠിപ്പിക്കണം. അപ്പം അതാണ് ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ, ഉപമകൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഉപയോഗിക്കുന്നത് കാണാം. അപ്പം ഉപമയിലൂടെ ഉള്ള ഒരു ഫായിദ, അതിൻ്റെ ഒരു യുക്തി എന്ന് പറയുന്നത്, നമുക്ക് ക്യാച്ച് ചെയ്യാൻ ബുദ്ധി കൊണ്ട് ചിലപ്പം നന്നായി മനസ്സിലാക്കാൻ പറ്റാത്തൊരു സംഗതി നമുക്ക് അറിവുള്ള ഒരു കാര്യത്തോട് സാധാരണ ഉപമ എങ്ങനെ ഉണ്ടാവുള്ളൂ? നമുക്കറിയാത്തൊരു കാര്യത്തെ ആണ് എന്തിനോട് ഉപയോഗിക്കുക? അറിവുള്ള കാര്യത്തോട്. അറിവുള്ള കാര്യത്തെ അറിയാത്തതിനോട് ഉപമിക്കാൻ പറ്റൂല, അല്ലേ? അറിവുള്ള കാര്യത്തെ, നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യത്തെ അല്ല ഉപമിക്കുക.
നമുക്ക് ഫീൽ ചെയ്യാത്തൊരു കാര്യത്തെ, നമ്മുടെ ബുദ്ധിയിലേക്ക് യുക്തിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാത്തൊരു കാര്യത്തെ അത് മനസ്സിലാക്കി തരാനാണ് എന്തുപയോഗിക്കുന്നത്? ഉപമകൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മളൊക്കെ ഇപ്പൊ പണം ചെലവഴിക്കും. പണം ചെലവഴിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ചെലവഴിക്കുക? പല മോഡൽ ചെലവഴിക്കുന്നുണ്ടാവും അല്ലേ? ഞാനിപ്പോൾ നിങ്ങളൊക്കെ കാണാൻ വേണ്ടി ഒരു 50 അടുത്ത് തന്നു, 5 കൊടുത്തുണ്ട്, 1 കൊടുത്തുകൊണ്ട്, 2 3 ഞാൻ മാത്രം 50 തന്നു. എന്തിനെ? ലോകമാന്യത്തിൽ നിങ്ങളെ ഇടയിൽ വലിയ ആളാകാൻ വേണ്ടിയിട്ട് അല്ലേ? അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് അള്ളാഹു ഉപമിക്കണ നോക്കി നിങ്ങൾ. ഫമസലുഹു, ഇങ്ങനെ ലോകമാന്യത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ആളുകളുടെ ഉപമ കമസലി സഫ്വാൻ. എന്തിന് സഫ്വാൻ എന്ന് പറഞ്ഞാൽ മൊട്ടപ്പാറ. എന്താ ഇതിന് പറയല്? മൊട്ടപ്പാറ എന്ന് എന്താ നിങ്ങൾ പറയല്? മൊട്ടക്കുന്ന് അല്ലേ? പാറല്ലേ? അതുപോലെയാണ് ആ സഫ്വാൻ. അലൈഹി തുറാബുൻ, അതിലൊരിത്തിരി മണ്ണുണ്ട്. പാറന്റെ അടുക്കിലൊക്കെ എവിടെയെങ്കിലൊക്കെ ഇത്തിരി മണ്ണുണ്ടാവില്ലേ? അങ്ങനെ ഒരു മണ്ണുണ്ട്. ഫ അസാബഹു വാബിലുൻ, അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു വലിയ പേമാരി ആ പാറമക്ക് ഇങ്ങോട്ട് വർഷിച്ചത്. ഫ തറക്കഹു സൽദ, അങ്ങനെ ആ പാറയെ മൊട്ടയാക്കി കളഞ്ഞു ഈ മഴ പെയ്തിട്ട്. ലാ യക്തിറൂന അലൈഹി അലാ ഷൈഇൻ മിമ്മാ കസബു, ഇവർ സമ്പാദിച്ച ആകെ ഈ പാറമലുണ്ടായതിന് ഒത്തിരി മണ്ണ, അതും അവിടെ ഒലിച്ചു പോയി. അപ്പൊ നോക്കി നിങ്ങൾ, ഇത് നമ്മൾ എന്നും കാണുന്ന, നമുക്ക് അനുഭവമുള്ള, നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ മൊട്ടപ്പാറ, അതിമ ഒത്തിരി മണ്ണ്, മഴ ചെയ്യുമ്പോൾ ഒലിച്ചു പോണത്. ഈ രംഗം, ഈ ചിത്രത്തെയാണ് ലോകമാന്യത്തിന് വേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്നവരെ അള്ളാഹു ഉപമിച്ചത്. ഈ പാറമ്മ മണ്ണ് നിൽക്കാത്തത് പോലെ നാളെ പരലോകത്തിലുമ്പോൾ എന്തുണ്ടാവില്ല? ഞാൻ കൊടുത്ത 50 ഒരു വില ഉണ്ടാവില്ല. നിങ്ങൾ കൊടുത്ത 1 അത് മല പോലെ കാണും. അതാണ് ലോകമാന്യം അല്ലേ? അപ്പൊ അള്ളാഹ് ഒരു കാര്യം ഉപമിച്ച് നോക്കി നിങ്ങൾ, എത്ര സുന്ദരമാണ് അല്ലേ? ഇങ്ങനെ വിശുദ്ധ ഖുർആനിലെ ഒരുപാട് ഉപമകൾ പല യാഥാർത്ഥ്യങ്ങളെയും തുറന്നു കാട്ടാൻ വേണ്ടിയിട്ട് ഉപമ ഉപയോഗിക്കും. അതേപോലെ നമുക്ക് അറിവില്ലാത്ത, നമുക്ക് അദൃശ്യമായ ഒരു കാര്യത്തെ ദൃശ്യമായി കൊണ്ടുവരാൻ എന്ത് ഉപയോഗിക്കും? ഉപമകൾ ഉപയോഗിക്കും. ഇപ്പൊ ഉദാഹരണമായിട്ട് പലിശ തിന്നുന്നവനെ അള്ളാഹു തആല ഉപമിച്ച എന്തിനോടാണ്? അല്ലദീന യകുലൂന റിബ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബത്തുഹു ശൈത്താൻ അല്ലേ? അങ്ങനെ തന്നെയല്ലേ? മിനൽ മസ്. പിശാജ് ബാധിച്ചാൽ അയാൾ എങ്ങനെയാണോ നടക്കുന്നത്, നിൽക്കുന്നത്, അതേ രൂപത്തിലായിരിക്കും പലിശ തിന്നവൻ്റെ അവസ്ഥ. പിശാജ് ബാധിച്ചാൽ എന്താ ഉണ്ടാവുക? ഓനൊരു സ്വസ്ഥത ഉണ്ടാവില്ല, അങ്ങനെ അലകിക്കൊണ്ടിരിക്കും, തുള്ളിക്കൊണ്ടിരിക്കും അല്ലേ? ആ രൂപത്തിലാവും പലിശ തിന്നുന്നവൻ്റെ അവസ്ഥ, അവൻ്റെ മാനസികാവസ്ഥ. മാത്രമല്ല പരലോകത്ത് ചെല്ലുമ്പോൾ ഈ അവസ്ഥ അവനുണ്ടാകും. അപ്പം ആലോചിക്കും. അപ്പോൾ പിശാച് ബാധിച്ച ഒരാൾ നമുക്കറിയാം. അപ്പം നമുക്കറിയാത്ത പരലോകത്ത് നടക്കാൻ പോകുന്ന ഒരു സംഗതിയെ അല്ലാഹു തആല നമുക്ക് സുപരിചിതമായ ഒരു കാര്യത്തോട് ഉപമിച്ച് തരാണ്. അപ്പം ആശയം അങ്ങോട്ട് തുറന്ന് കാട്ടുകയാണ് അല്ലാഹു തആല. ആ ഉപമ ഇല്ലെങ്കിലോ അത് അത്ര വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂല. അപ്പം അതിശക്തമായ ആശയങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നതാണ് ഇത് ഉപമ. അത്ഭുതകരമായ ആശയങ്ങളാണ് ഉപമകൾ കൊണ്ടുവരുന്നത്. അതേപോലെ ചിലപ്പം നമുക്ക് കൊതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, താല്പര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപമ പറയും. നമുക്ക് വെറുപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടും ഉപമകൾ പറയും. പിന്നെ ഏതുപോലെ താല്പര്യം ഉണ്ടാക്കണ ഏതുപോലെ? മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹി കമസലി ഹബ്ബത്തിൻ അംബതത് സബഅ സനാബില ഫീ കുല്ലി സുംബുല മിഅതു ഹബ്ബ വല്ലാഹു യുളാഇഫു ലിമൻ യശാ വല്ലാഹു വാസിഉൻ അലീം എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട് സൂറത്ത് ബഖറയിൽ അല്ലേ? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നവരുടെ ഉപമ എന്ന് പറയുന്നത് ഒരു ധാന്യമണി പോലെ. നോക്കി നിങ്ങൾ, ഒരു ധാന്യമണിയോടാണ് അല്ലാഹു തആല ഉപയോഗിച്ചത്. ആ ധാന്യമണിയുടെ പ്രത്യേകത എന്താ? ആ ധാന്യമണിയിൽ നിന്ന് അത് മുളച്ച് ധാരാളം കതിരുകൾ ഉണ്ടാവും. ഓരോ കതിരിലും എത്ര ധാന്യമണി ഉണ്ടാവും? 100 കണക്കിന് ധാന്യമണി ഉണ്ടാവും. ഇതേപോലെയാണ് എന്ത്? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത്. അപ്പം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള ഒരു ഉത്തേജനം, ഒരു ആഗ്രഹം അല്ലാഹു തആല, ഒരു കൊതി അല്ലാഹു തആല അതിലൂടെ ഉണ്ടാക്കിക്കൊടുക്കും. അതിനും ഉപമ പറയും. അതേപോലെ ഒരു കാര്യത്തിൽ നിന്ന് അകന്നു നിൽക്കാനും
അള്ളാഹു താല ഉപമ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? ഒരു വെറുപ്പുള്ള കാര്യം. ഇപ്പൊ ഉദാഹരണമായിട്ട് സൂറത്ത് ഗുജറാത്തിലെ ഒരായത്തില്ലേ, എന്ത് ലാ യക്തബ്, അത് കഴിഞ്ഞിട്ട് ലാ യക്തബ് ബാദുക്കും ബാദ, നിങ്ങൾ എന്താണ് പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? ഗീബത്ത് പറയാൻ പാടില്ല, പരസ്പരം ഗീബത്ത് പറയരുത്. എന്നിട്ട് അള്ളാഹ് ചോദിക്കണ ഒരു ചോദ്യമുണ്ട്, അയുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീ, സ്വന്തം സഹോദരന്റെ പച്ചമാംസം തിന്നാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നോ? അല്ലേ? അപ്പൊ ആലോചിച്ചോക്കെ, സ്വന്തം സഹോദരന്റെ പച്ചമാംസം തിന്നുന്നതിനാണ് അവനെ പിന്നെ ഗീബത്ത് പറയുമായിട്ട് എന്ത് ചെയ്യണത്? ഉപമിക്കണത്. അപ്പൊ ആലോചിച്ച് നോക്കി നിങ്ങള്, ലഹ്മാഖിഹി മൈത്തന്നുണ്ടല്ലോ അവിടെ, അവന്റെ ശവം അല്ലേ? എത്ര ആരെങ്കിലും ശവം തിന്നോ? ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? എല്ലാരും വെറുക്കുക. അതേപോലെ ഗീബത്ത് പറയാന്നുള്ള കാര്യം ഈ രൂപത്തിൽ വെറുക്കേണ്ട കാര്യമാണ് എന്നതിനാണ് അല്ലാഹു തആല അവിടെ ഉപമ പറഞ്ഞത്. ഇങ്ങനെ വിശുദ്ധ ഖുർആനിലെ ഉപമകൾ ഇങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ വളരെ ഗഹനമായ ആശയങ്ങളാണ് അതിലൂടെ അല്ലാഹു തആല നമുക്ക് വിവരിച്ചത്. ഇവിടെയും അത് തന്നെയാണ് അല്ലാഹു വിശദീകരിച്ചിട്ടുള്ളത്. മസലു നൂരിഹി, എന്താണ്? അല്ലാഹു നൂറു സമാവാതി വൽ അർദ്, അല്ലാഹു ആകാശ ഭൂമികളുടെ പ്രകാശമാണ് എന്ന് പറഞ്ഞതിന് ശേഷം എന്നിട്ട് അല്ലാഹ് വിവരിക്കാണ് മസലു നൂരിഹി, അല്ലാഹുവിന്റെ പ്രകാശത്തിന്റെ ഉപമ കമിഷ്കാത്തിൻ, ഒരു വിളക്ക് മാടം പോലെയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണേ, കമിഷ്കാത്തിൻ ഫീഹ മിസ്ബാഹ്, ഇവിടെ ഒരു വിളക്ക് മാടുണ്ട്, പിന്നെ അതിലൊരു വിളക്കുണ്ട്. ആ വിളക്കോ ഒരു സ്ഫടിക അല്ലെങ്കിൽ ചില്ലിന്റെ കൂട്ടിലുമാണ്. അപ്പൊ നോക്കി നിങ്ങള്, വിളക്ക് മാടുണ്ടായാൽ തന്നെ പ്രകാശമൊക്കെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ വിളക്കൊരു സ്ഫടികത്തിലാണെങ്കിലോ ആ സ്ഫടികത്തിന്റെ പ്രകാശവും നിങ്ങൾക്ക് കിട്ടും അല്ലേ? പിന്നെ അതിലുപയോഗിക്കണ എണ്ണ അതും തിളക്കമുള്ളതാണ്. സാധാരണ ചില കുപ്പി പിന്നെ ബോട്ടിൽ ഇതെടുത്തിട്ട് ഇങ്ങനെ എണ്ണ എടുത്താൽ കണ്ടില്ലെങ്കിൽ ഭയങ്കര തിളക്കം അല്ലേ? അതേപോലെ അങ്ങേയറ്റം തിളക്കമുള്ളതാണ് അതിൽ ഉപയോഗിക്കുന്ന എണ്ണയും, സാധാരണ എണ്ണയല്ല. അതിൽ കത്താൻ എന്ത് വേണ്ട? തീയ് വേണം, അല്ലെങ്കിൽ തന്നെ പ്രകാശം ഉണ്ടാവും. ആ എണ്ണക്കുപ്പി അവിടെ കൊണ്ടുവച്ചാൽ പൂച്ചനെ ഓടിക്കാൻ രാത്രി എന്താ നിങ്ങൾ ചെയ്യാറുള്ളത്? ബോട്ടിലാക്കിക്കും അല്ലേ വെള്ളം. എന്താണ് ആ പൂച്ചക്ക് എന്താ ഉണ്ടാവുക? അതിന്റെ കണ്ണ് അയിമക്കാട് അടിക്കും, ഓടും അത് അല്ലേ? അതിനാണ് നമ്മൾ ആ കുപ്പി. ഇതേപോലെ നിങ്ങൾ ആലോചിക്കൂ, ആ വിളക്ക് കത്തിക്കാൻ ഉപയോഗിക്കുന്ന ആ എണ്ണ തന്നെ അതീവ തിളക്കമുള്ളതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല, അതുകൊണ്ടാണ് നൂറുൻ അലാ നൂർ, പ്രകാശത്തിന്മേൽ പ്രകാശം എന്ന് പറയാൻ കാരണം എന്താ? ഒരു പ്രകാശമാണ് അവിടെ? അല്ല, ഒരുപാട് പ്രകാശങ്ങളാണ് അല്ലേ? അപ്പോൾ ഈ രൂപത്തിലാണ് അള്ളാഹുവിൻ്റെ നൂറിൻ്റെ ഇത്. ഇനി മസലു നൂരിഹി എന്ന് പറഞ്ഞിടത്ത് ആ നൂറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നേരത്തെ അള്ളാഹു നൂറു സമാവാത്തി വൽ അർദ് എന്ന് പറഞ്ഞ ആ നൂറും എന്താണ്? രണ്ടും ചെറിയ വ്യത്യാസമുണ്ട്. ആദ്യം പറഞ്ഞത് അള്ളാഹു താലാന്റെ ആമായ ലോകത്തെ മുഴുക്കെ പ്രകാശിപ്പിക്കുന്നവനാരാണ്? അള്ളാഹുവാണ്. അതിനാണ് മുനവ്വിറു സമാവാത്തി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയൊക്കെ പ്രകാശം നൽകുന്നത് അള്ളാഹുവാണ്. അതാണ് അള്ളാഹു നൂറു സമാവാത്തി വൽ അർദ്. എന്നാൽ മസലു നൂരിഹി എന്ന് പറഞ്ഞിടത്ത് അത് ഒരു ഖാസായ നൂറാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹു താല പല ആശയം അതിന് കാണാം. അള്ളാഹു താല മനുഷ്യന്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്ന സത്യവിശ്വാസത്തിന്റെ പ്രകാശം, അള്ളാഹു താല മനുഷ്യന്റെ മനസ്സിലേക്ക് വിശുദ്ധ ഖുർആനിലൂടെ നൽകുന്ന ഹിദായത്തിന്റെ പ്രകാശം, അള്ളാഹു താല മനുഷ്യന്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്ന ആ ഇസ്ലാമിന്റെ പ്രകാശം, പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നൽകുന്ന ആ പ്രകാശം, ഇങ്ങനെ ഒരുപാട് പരന്നു കിടക്കുന്ന ആ പ്രകാശത്തിന്റെ ഉപമ അല്ലേ? ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ മനുഷ്യന്റെ ഹൃദയം എവിടെയാണ്? ഇവിടെ ഒരു ചില്ലും കൂട്ടിലാണ് അല്ലേ? സദർ എന്ന് പറയുന്നത് ഒരു ചില്ലും കൂട് പോലെ നിങ്ങൾ ഭാവനയെ കൊണ്ടുവരാം. ആ ചില്ലും കൂടിന് എന്തുണ്ട്? അതിൻ്റെ അകത്താണ് അല്ലാഹു തആല ഈമാനാകുന്ന ഈ പ്രകാശം കിട്ടും നൽകുന്നത് അല്ലേ? അവിടെ കറ കളഞ്ഞ
എണ്ണ എന്ന് പറയുന്നത് ഈ സത്യവിശ്വാസമാണ്. അപ്പം ആ സത്യവിശ്വാസത്തോടു കൂടി നമ്മുടെ ഹൃദയം ഇങ്ങോട്ട് തിളങ്ങുമ്പോൾ, ആ ഹൃദയം ഇങ്ങോട്ട് പ്രകാശിക്കുമ്പോൾ, ആ പ്രകാശം നമുക്ക് മാത്രമല്ല അടുത്തിരിക്കുന്ന എല്ലാവർക്കും ലോകർക്കും ആ വിജ്ഞാനം, ആ പ്രകാശം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന അല്ലേ. അപ്പൊ ഉപമ പറയണത് ഒരു നൂറുദ്ദീൻ ഇവിടെ ഓനോട് ചോദിച്ചാൽ മതി. അങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ബാബൻ ഇങ്ങനെ പോവും ആകാശത്തേക്ക് അല്ലേ, ആകാശത്തേക്ക് ഇങ്ങനെ പോവും. അപ്പം അതിലൊരുപാട് ആശയം ഇങ്ങനെ വരും. അങ്ങനെയാണ് നൗഫലൊക്കെ ഉണ്ടാക്കാറുണ്ട് ചിലപ്പോൾ അല്ലേ, അതീബ ഭാവന അല്ലേ. അപ്പം അങ്ങനെയൊക്കെ അതെന്താ, അതിലൊരു അർത്ഥമാവില്ല ഉണ്ടാവുക, ഒരാശയമാവില്ല ഉണ്ടാവുക. മറിച്ചെന്താണ്, ഒരുപാട് പരന്നു കിടക്കുന്ന ആശയങ്ങളാവും അതിൻ്റെ അകത്തുണ്ടാവുക. അപ്പം ഇതാണ് എന്താ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഉപമകൾ വിശുദ്ധ ഖുർആനിൽ പറയാനുള്ള കാരണം. അപ്പോൾ ഇനി പ്രകാശം എന്ന് പറയുന്നത് ഒരുപാട് അർത്ഥം അതിന് ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന്, ഈ പ്രപഞ്ചം പ്രകാശമാണ്. എങ്ങനെ പ്രപഞ്ചം പ്രകാശമാണത്? നമ്മൾ സമയമാകുമ്പോൾ നിങ്ങൾ ഇത് പറഞ്ഞേ, കൂടുതൽ നീട്ടാൻ പറ്റുമെന്ന് പറഞ്ഞു. പിന്നെ പ്രപഞ്ചം പ്രകാശമാണെന്ന് പറയുന്നത് എന്താ, ബാക്കി നമുക്ക് പിന്നെ എടുക്കാം. എന്താ എന്താ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന കോടാനുകോടി തെളിവുകൾ അല്ലേ, കോടാനുകോടി ചരാചരങ്ങൾ, അതൊക്കെ നമുക്ക് നമ്മെ ഒരു കാര്യത്തിലേക്ക് ഇങ്ങനെ വഴികാട്ടി തരുന്നുണ്ട്. വഴികാട്ടി തരുന്ന ആളാരാ? പ്രകാശാണ്. ശരിക്കും നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് വേണം? ടോർച്ച് വേണം, പ്രകാശം വേണം അല്ലേ. അപ്പോൾ നമ്മെ മുന്നോട്ട് കൊണ്ടുപോവാൻ ഈ പ്രപഞ്ചത്തിലെ കോടാനുകോടി ചരാചരങ്ങളുണ്ട്. ആകാശം പ്രകാശമാണ്, ഭൂമി പ്രകാശമാണ്, ഭൂമിയിലെ ആറുകൾ, കടലുകൾ, പർവ്വതങ്ങൾ പ്രകാശമാണ്. എങ്ങനെ പ്രകാശം? ആ പർവ്വതത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ, ആ ആകാശ ലോകത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ, നക്ഷത്രഗോളങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ, അങ്ങനെ അങ്ങോട്ട് തുടങ്ങി സൂര്യൻ, ചന്ദ്രൻ തുടങ്ങി ഇവിടെയുള്ള ചെറുതും വലുതുമായ എല്ലാ ഗാലക്സി ഇങ്ങനെ തുടങ്ങി എന്തൊക്കെ പടച്ച തമ്പുരാന്റെ സൃഷ്ടിപ്പ് ഈ പ്രപഞ്ചത്തിലുണ്ടോ അതിനൊക്കെ പറ്റി ചിന്തിക്കുമ്പോൾ ആ പ്രകാശം നമ്മെ അള്ളാഹുവിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ഒരു ഹിദായത്ത് നമുക്ക് ലഭിക്കാൻ, അതുകൊണ്ടാണ് പ്രപഞ്ചം ആണ് ആ പ്രകാശം എന്ന് പറയാനുള്ള കാരണം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഇങ്ങനെ കാണാം, കുലുൻദുറു മാദാ ഫിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുള്ളതിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? വമാ തുഗ്നിൽ ആയാത്തു വന്നുദർ, താക്കീതുകളും അതേപോലെ തന്നെ ആയത്തുകളും എന്ത് ഉപകാരമാണ് ചെയ്യുക? അൻ കൗമിൻ ലാ യുഅ്മിനൂൻ, വിശ്വസിക്കാത്ത ജനവിഭാഗത്തിന് ഒരു ഉപകാരം ചെയ്യൂല. അപ്പോൾ യഥാർത്ഥ വിശ്വാസമുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചത്തിലെ എ മുതൽ സെറ്റ് വരെ എന്തൊക്കെ ചരാചരങ്ങളുണ്ടോ, മഖ്ലൂക്കാത്തുകളുണ്ടോ, അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് നമ്മളെ വഴിക്കൂട്ടി അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് വഴി ചേർക്കും. ഇതാണ് ഏറ്റവും വലിയ പ്രപഞ്ചം പ്രകാശമാണ് എന്ന് പറയാനുള്ള കാരണം. അതുകൊണ്ടാണ് ഒരു അറാബി ചോദിക്കുന്നുണ്ട്, എന്ത്? അൽ മാഉ യദുല്ലു അലൽ ഖദീർ, വെള്ളം കണ്ടാൽ അവിടെ മനസ്സിലാക്കാം അവിടെ വെള്ളത്തടാകം എവിടെയോ ഉണ്ട് അല്ലേ. അൽ ബഈറു തദുല്ലു അലൽ അൽ ബഅറു തദുല്ലു അലൽ ബഈർ, ഒട്ടകത്തിൻ്റെ കാഷ്ടം കണ്ടാൽ മനസ്സിലാക്കാം ഇവിടെ എവിടെയോ ഒട്ടകമുണ്ട് അല്ലേ. വൽ അഖ്ദാമു തദുല്ലു അലൽ മസീർ, കാൽപാദങ്ങൾ കണ്ടാൽ, മരുഭൂമിയിലെ കാൽപാദങ്ങൾ കണ്ടാൽ മനസ്സിലാക്കാം ഇതിലൂടെ ഒരു സഞ്ചാരി പോയിട്ടുണ്ട്, ഒരാൾ പോയിട്ടുണ്ട്. എന്നിട്ട് അറാബി ചോദിക്കാണ്, അഫസമാ ഉൻസാത്തു അബ്റാജ്, നക്ഷത്ര സമൂഹങ്ങളുള്ള ഈ ആകാശഗോളങ്ങളും, വ അർളുൻ സാത്തു ഫിജാജ്, ധാരാളം എന്താ പറയാൻ, വഴികൾ, ധാരാളം ആഴമേറിയ വഴികൾ, നീണ്ട വഴികൾ, താഴ്വരകളൊക്കെ ഉള്ള ഈ ഭൂമി, അലാ തദുല്ലാനി അലൽ ഹക്കീമുൽ ഖബീർ, ഇതൊക്കെ ഉണ്ടാക്കിയ ഒരു സർവശക്തനായ യുക്തിമാനായ അതേപോലെ തന്നെ എല്ലാം അറിയുന്ന സൂക്ഷ്മജ്ഞനായ ഒരു അള്ളാഹുണ്ട് എന്ന് ഈ ആകാശലോകവും ഈ ഭൂമിയും നിങ്ങൾക്ക് അറിയിപ്പ് നൽകുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ആകാശഭൂമികളെ അതിൽപ്പെട്ട ഏതൊന്നിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നുവോ, അതൊരു നക്ഷത്രത്തെ ആവട്ടെ, അല്ലെങ്കിൽ സൂര്യനെ പറ്റി ആവട്ടെ, അല്ലെങ്കിൽ ഗാലക്സികളെ പറ്റി ആവട്ടെ, എന്തിനെപ്പറ്റി നിങ്ങൾ പഠിക്കണോ ആ പഠനത്തിലൂടെ അത് നിങ്ങൾക്കൊരു പ്രകാശം നൽകും അള്ളാഹുവിലേക്ക് എത്താൻ. ഇതാണ് ഏറ്റവും വലിയ പ്രകാശം. പ്രപഞ്ചം ഒരു പ്രകാശമാണ് എന്ന് പറയുന്നത്
എന്ന് പറയാനുള്ള കാരണം. രണ്ടാമത്തെ ഒരു പ്രകാശം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ ഒരു പ്രകാശമാണ്. എന്താ മറ്റൊരു പ്രകാശം? എന്താണ്? വിശുദ്ധ ഖുർആൻ. എന്താ തെളിവ്? അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നത് കാണാം, യാ അയ്യുഹന്നാസ് ഖദ് ജാഅക്കും ബുർഹാനും മിർ റബ്ബിക്കും. ഓ ജനങ്ങളെ, നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള തെളിവ് നിങ്ങൾക്ക് വന്നെത്തിയിട്ടുണ്ട്. വ അൻസൽനാ ഇലൈക്കും നൂറൻ മുബീന, നിങ്ങൾക്ക് നാം വ്യക്തമായ ഒരു പ്രകാശം അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ വ്യക്തമായ പ്രകാശം, എല്ലാം വ്യക്തമാക്കുന്ന പ്രകാശം എന്ന് പറയുന്നത് എന്താണ്? വിശുദ്ധ ഖുർആനെ പറ്റിയാണ്. അപ്പൊ വിശുദ്ധ ഖുർആനെ പറ്റി അല്ലാഹു തആല പ്രകാശം എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. പ്രവാചകൻ തിരുമേനിയെ പറ്റിയും അല്ലാഹു തആല എന്ത് ഉപയോഗിച്ചിട്ടുണ്ട്? പ്രകാശം, നൂർ എന്ന പദപ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട്. യാ അഹ്ലൽ കിതാബ് ഖദ് ജാഅക്കും റസൂലുനാ യുബയ്യിനു ലക്കും കസീറൻ മിമ്മാ കുൻതും തുഖ്ഫൂന മിനൽ കിതാബ് വയഅഫു അൻ കസീർ ഖദ് ജാഅക്കും മിനല്ലാഹി നൂറുൻ വകിതാബും മുബീൻ എന്നവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അഹ്ലി കിതാബുകാരെ, എല്ലാം നിങ്ങൾക്ക് വിശദീകരിച്ചു തന്ന, നിങ്ങൾ വേദഗ്രന്ഥത്തിൽ നിന്ന് ഗോപ്യമാക്കി വെച്ച എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു തരുന്ന ഒരു പ്രവാചകൻ നിങ്ങൾക്ക് വന്നെത്തിയിട്ടുണ്ട്. നമ്മുടെ അല്ലാഹു തആല പലതും നിങ്ങൾക്ക് മാപ്പ് നൽകുന്നു. എന്നിട്ട് പറയാം, ഖദ് ജാഅക്കും, ഇതാ നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു, മിനല്ലാഹ്, അല്ലാഹുവിങ്കിൽ നിന്നുള്ള നൂറുൻ, ഒരു പ്രകാശവും, വകിതാബും മുബീൻ, വ്യക്തമായ ഗ്രന്ഥവും. അപ്പൊ ആ വ്യക്തമായ ഗ്രന്ഥം എന്ന് പറയുന്നത് ഖുർആനും, നൂറുൻ എന്ന് പറയുന്നത് ആരെയാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയാണെന്ന് മുഫസ്സിറുകൾ വിവരിക്കുന്നു. അപ്പം പ്രവാചകനെ പറ്റിയും നൂറ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, വിശുദ്ധ ഖുർആനെ പറ്റിയും നൂറ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ ബുദ്ധിയെ പറ്റിയും എന്ത് പറയാം? നൂറ് എന്ന് പറയാവുന്നതാണ്. എങ്ങനെ ബുദ്ധിയെ പറ്റി? മനുഷ്യന്റെ ബുദ്ധി എങ്ങനെ നൂറാവുക? അള്ളാഹ് തന്ന ബുദ്ധി അത് അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ പ്രവർത്തിപ്പിക്കുമ്പോൾ അത് പ്രകാശമാവും. അള്ളാഹ് തന്ന ബുദ്ധി അത് പ്രവർത്തനരഹിതമാക്കി വെക്കുമ്പോൾ അതെന്താവും? ഇരുട്ടാവും. അതാണ് അതിൻ്റെ പ്രത്യേകത. അള്ളാഹ് തന്ന ബുദ്ധി അള്ളാഹു ഉപയോഗിക്കണം എന്ന് പറഞ്ഞ എന്തിനാണോ ആ ബുദ്ധി നൽകിയത് ആ റൂട്ടിൽ ഉപയോഗിക്കുമ്പോൾ അത് പ്രകാശമാകും. അത് ഉപയോഗിക്കാതിരിക്കുമ്പോഴോ? അതുകൊണ്ടാണല്ലോ നിങ്ങൾ നോക്കി, ഖുർആൻ എന്നും ഓതുന്ന മനുഷ്യന്മാർ ഓർക്ക് മരണവേളയിലൊന്നും മരണം വരെ അൾഷിമേഴ്സ് ഒന്നും ബാധിക്കൂലെന്നാ ആര് പറയണത്? ഞാനല്ല. ആരാ പറയണത്? ശാസ്ത്രലോകം പറയാ അല്ലേ? എന്നും ഇങ്ങനെ ദിക്ർ, വേദഗ്രന്ഥം വായിക്കുന്ന ആളുകൾ നിത്യവും അത് വായിക്കുന്ന ആളുകൾക്ക് എന്തുണ്ടാവില്ല? മറവി, അതേപോലെ അൾഷിമേഴ്സ്, അങ്ങനത്തെ ഇതൊന്നും വരൂലെന്നാ. ആലോചിക്കന്. അതുമല്ല, ഖുർആൻ പഠിക്കണ ഒരു കുട്ടി, ഹൈഫുളാക്കണ ഒരു കുട്ടിയാണ് ഇത് ഏറ്റവും മാർക്കും വാങ്ങുക. നമ്മൾ വിചാരിക്കും ഓനിപ്പോൾ ഖുർആൻ ഹിഫ്ളെന്ന് പറഞ്ഞു വെച്ചാൽ ഓന് അവിടെ താതു. ശരിക്കും അങ്ങനെയല്ല ഉണ്ടാവുക. ഓന് ഓർമ്മശക്തി കൂടെ ചെയ്യാം. ഓന് ആ പവർ, ആ പിന്നെ ഓർമ്മശക്തിയുടെ പവറൊക്കെ കൂടുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇന്ന് കണ്ടുവരുന്നത്, തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പം നോക്കി നിങ്ങൾ, മനുഷ്യൻ്റെ ബുദ്ധിക്ക് മൂർച്ച കൂട്ടാനുള്ള ഒരു കാര്യം കൂടിയാണിത് വിശുദ്ധ ഖുർആൻ. അത് ഉപയോഗിക്കും പോലെ ഉപയോഗിക്കണം എന്നതാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വസ്സമാ റഫാഹ വവള അൽ മീസാൻ എന്ന് അല്ലാഹു തആല ഒരിടത്ത് പറയുന്നുണ്ട്. അല്ലാ തത്ഗൗ ഫിൽ മീസാൻ എന്ന് സൂറത്തുർ റഹ്മാനിലാണ് തോന്നുന്നു. ആകാശത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല ഉയർത്തി, എന്നിട്ട് ഒരു മീസാന് അല്ലാഹു തആല ഉണ്ടാക്കി വെക്കുകയും ചെയ്തു. എന്തിനാണത്? ആ മീസാനിൽ നിങ്ങൾ അതിര് കവിയാതിരിക്കാൻ. ഇവിടെ ഈ മീസാൻ എന്നതിനെ സംബന്ധിച്ച് മുഫസ്സിറുകൾ രണ്ട് രൂപത്തിലാണ് വിവരിച്ചു തന്നിട്ടുള്ളത്. ഒന്ന് അള്ളാഹു നൽകിയ ശറഉം, രണ്ട് മനുഷ്യൻ അല്ലാഹു തആല തന്നിട്ടുള്ള ബുദ്ധി. എങ്ങനെ ആ ബുദ്ധി മീസാനാവുന്നത്? ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ നടക്കുമ്പോൾ ഇവിടെ ഒരു ഗർത്തം, ഒരു കുണ്ട് കണ്ടു. ഞാൻ എന്താ ചെയ്യാ? ഒന്നിക്കെ ഞാൻ മാറിയടക്കും അല്ലേ, അല്ലെങ്കിൽ പിന്നോട്ടടിക്കും. ആരെ പിന്നോട് പറഞ്ഞത്? എൻ്റെ ബുദ്ധി പറഞ്ഞ് ഉണ്ടല്ലേ. അപ്പോൾ അതാണ് ആ മീസാൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത അപകടത്തിൽപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിന്ന് ആ ബുദ്ധി, അക്കിൽ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം തന്നെ എന്താ? അക്കിൽ പറഞ്ഞാൽ ബുദ്ധി. പക്ഷെ ആ പദത്തിൻ്റെ ഭാഷാർത്ഥം എന്താ ശരിക്ക്? എന്താണ്? അല്ല, അത് കൽബാണ്. അക്കിൽ എന്ന് പറഞ്ഞാൽ കെട്ടിടാന്ന. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയില്ലേ, നിങ്ങൾ ഒട്ടകത്തിൻ്റെ കയറാണ് സക്കാത്ത് തരാതിരിക്കുന്നതെങ്കിൽ എക്കാൽ എന്നാണ് അവിടെ ഉപയോഗിച്ച്.
ഒട്ടകത്തിന് കെട്ടിയിടുന്ന കയറിന് എന്താ പറഞ്ഞത്? എക്കാൽ. എക്കാൽ എന്നാണ് ഉപയോഗിച്ചത് അല്ലേ? ആ ഇക്കാൽ നിങ്ങൾ തന്നിട്ടില്ലെങ്കിലും ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്യും. നബിൻ്റെ കാലത്ത് ഒരു ഒട്ടകത്തിൻ്റെ കയറാണ് നിങ്ങൾ സക്കാത്ത് കൊടുത്തെങ്കിൽ എനിക്കത് തരാതിരുന്നാൽ ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്യും എന്നാര് പറയേണ്ട? എക്കാൽ. അപ്പോൾ ഒട്ടകത്തെ കെട്ടിയിടുന്ന കയർ. ഇതേപോലെ അതിൽ നിന്നാണ് ഈ അക്കല്. എങ്ങനെയാണത്? നമ്മെ വേണ്ടാത്ത കാര്യത്തിലേക്ക് പോകുന്നതിൽ നിന്ന് കെട്ടിയിടുകയാണ്. നമ്മളെ വേണ്ടാത്ത അനർഹമായ കാര്യത്തിലേക്ക് പോകുന്നതിൽ നിന്ന് കെട്ടിയിടാനാണ് ശരിക്കും അള്ളാഹു തആല അക്കല് തന്നത്, അതിലേക്ക് പോവാനല്ല. ആണോ? അതാണ് യഥാർത്ഥ ബുദ്ധി എന്ന് പറയുന്നത്. നമ്മളെ വേണ്ടാവൃത്തിയിലേക്ക് പോവാതിരിക്കാൻ അല്ലേ? നമ്മുടെ ശഹ്വത്ത് ഒരുപാട് കാര്യം നമ്മളിങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പം അതിലേക്ക് പോവാതെ നമ്മെ തടഞ്ഞു നിർത്തുന്നത് ആരാ? നമ്മുടെ ബുദ്ധിയാവണം, അല്ല നമ്മുടെ ശറവും ആവണം അല്ലേ? ആ ബുദ്ധി ശറ അനുസരിച്ച് നീങ്ങുമ്പോഴാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഇതുണ്ടാവുന്നത്. സമയമായിരുന്നു തോന്നുന്നു അല്ലേ? അത് മതി. നമുക്കിന്ന് അടുത്ത ആഴ്ച തന്നെ വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ